അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. റിസർച്ച് ആണ് അല്ലെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പം നമ്മളുടെ ജനറൽ പേപ്പറിൽ റിസർച്ചിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്തു, നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും നമ്മൾ റിസർച്ചിന്റെ അല്ലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂളും സിലബസ് എന്താണെന്നുള്ളത് ആദ്യം നമ്മളൊന്ന് നോക്കണം. എന്നിട്ട് ഓരോ രീതിയിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മളുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ജനറൽ പേപ്പറിന്റെ യൂണിറ്റ് 2 ആയിട്ടുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് അല്ലെ. ഇപ്പം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സിലബസ് എന്താണ്, അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. എന്നിട്ട് പിന്നെ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ് എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. ഇപ്പം റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് മാത്രല്ല എല്ലാ ടോപ്പിക്കിനും ഈ ഒരു റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സിലബസിൽ തന്നിട്ടുള്ള എല്ലാ ടോപ്പിക്കിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു റിസർച്ച് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ബേസ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങിയിട്ട് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പോവേണ്ടതുണ്ട്. അത് മാത്രമല്ല ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് സിലബസിൽ തരാത്ത റിസർച്ച് ഏരിയയിൽ നിന്നും വരുന്ന, ഓക്കെ, നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടാത്ത റിസർച്ച് ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തുണ്ട്, കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു അഡ്വാൻസ് അല്ലെ ഒരു റീഡിങ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റീഡിങ്ങും ക്വസ്റ്റ്യൻസ് ചെയ്യലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതില് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ സിലബസ് നോക്കി കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് സിലബസ് നോക്കി അതിന്റെ ഒരു മീനിങ് എന്താ, ടൈപ്പ് എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്, അതായത് റിസർച്ചിന്റെ ഒരു ബേസ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റൂലേ. റിസർച്ച് എന്താണ് എന്നുള്ളത് പഠിക്കുക, റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് പഠിക്കുക, എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട് എന്ന് പഠിക്കുക അല്ലെ. ആൻഡ് പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ഓഫ് ടു റിസർച്ച്. അപ്പം നിങ്ങൾ ആദ്യം ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റിസർച്ച് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക. ആ ഒരു ഏതൊരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് റിസർച്ച് എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക, അതിന്റെ റിസർച്ചിന്റെ ടൈപ്പ് എന്താണ് എന്നുള്ളതും നിങ്ങൾ പഠിക്കുക. അപ്പം ഇവിടെ റിസർച്ചിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് റിസർച്ച് എന്തുണ്ട്, പല ടൈപ്പിലുള്ള റിസർച്ച് നമുക്ക് ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിസർച്ചിൽ നിന്നാണ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ വരിക എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എന്നാൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് കുറെയൊക്കെ ടൈപ്പിൽ നിന്നും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ച് ഏരിയയിലെ ബേസിക് ലെവലിലും ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ഒരുപാട് ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കേട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് നമ്മളല്ലേ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയയും കൂടിയാണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കണക്റ്റിംഗ് ട്രിക്കുകൾ ഞാൻ എന്ത് ചെയ്യും, ക്ലാസ്സിന്റെ ഇടയിൽ പറയും. അപ്പൊ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ടിൽ വേറെ സെപ്പറേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് റിസർച്ചിന്റെ മെത്തേഡ് ആണ്. പിന്നെ സ്റ്റെപ്സ് ഉണ്ട്, തീസിസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ICTയും എത്തിക്സും. ഇപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ICT എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ICT എന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ നമ്മൾ തന്നെ എടുക്കാൻ, ഓക്കെ, ഞാൻ തന്നെ എടുക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഈ ഒരു എല്ലാ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച്? അല്ലെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച്? ഓപ്ഷൻ എ, ഇൻഡക്റ്റീവ് ആൻഡ് deductive reasoning are applied in the research process. Option B, verifiable findings are derived by the research process.
Research is conducted to find answers of meaningful questions scientifically. It is necessary improve quality of functioning to the area which is conducted. ഓപ്ഷൻ ഏതാണ്? ആൻസർ ഏതാണ്? ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ നിങ്ങൾക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ റിസർച്ച് ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത ഫാൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ, ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഇതൊക്കെ നമ്മളെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, എന്നാൽ പോലും ഇതിപ്പോ ജൂൺ 2025 ലാസ്റ്റിലെ ജൂണിലെ എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസർച്ചിന്റെ ബേസിക് പാർട്ടിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? ഇൻഡക്റ്റീവ് ആണോ? ഇൻഡക്റ്റീവ് അല്ലെ? അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് ആണ്, ഡിഡക്റ്റീവ് ആണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? റിസർച്ച് പ്രോസസ് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? വേരിയബിൾ ആണ് അല്ലെ? ആൻഡ് റിസർച്ച് കണ്ടക്ടഡ് ടു ഫൈൻഡ് ആൻസർ ഓഫ് മീനിങ് ക്വസ്റ്റ്യൻ സയന്റിഫിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എയും ബിയും സിയും ഒക്കെ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇപ്പം അല്ലെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇൻഡക്റ്റീവ് ആണ്, ഡിഡക്റ്റീവ് ആണ്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ആണ്. അതുപോലെ തന്നെ സയന്റിഫിക്കലി നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന് ആൻസർ സയന്റിഫിക്കലി കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ റിസർച്ചിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? സാറ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എനിക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും? പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്? റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ആൾവേസ് എയിംസ് ടു ഡെവലപ്പ് ന്യൂ തിയറി അല്ലെ? പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ സയന്റിഫിക് പ്രോസസ്. ലോജിക്കൽ റീസണിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡ്യൂറിംഗ് റിസർച്ച് പ്രോസസ്. Hypothesis testing is done in every kind of research. It collect and analysis evidence to derive findings. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതും റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 5 സ്റ്റേറ്റ്മെന്റിൽ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാച്ച് ആവുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റത്തെ ഇറ്റ് ആൾവേസ് എയിം ടു ഡെവലപ്പ് ന്യൂ തിയറി അല്ലെ? ഓപ്ഷൻ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഓപ്ഷൻ ഏതാണ്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരുന്നത്? പുതിയ തിയറി റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തിയറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? റിസർച്ചിന്റെ എയിം, റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പുതിയ തിയറി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണോ? ആണോ? അല്ല അല്ലെ? റിസർച്ചിന്റെ എയിം എന്ന് പറയുന്നത് ഒരു പുതിയ തിയറി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല. ഇറ്റ് ഈസ് എ സയന്റിഫിക് പ്രോസസ് അല്ലെ? ഇതൊരു സയന്റിഫിക് പ്രോസസ് ആണ്. ആണോ? ശരിയാണോ? ഓപ്ഷൻ ബി ശരിയാണോ? ശരിയാണല്ലേ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലും പറഞ്ഞു ഇതൊരു സയന്റിഫിക് പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയ തിയറി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല റിസർച്ചിന്റെ ലക്ഷ്യം. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ബി എന്ന് പറയുന്നത് അല്ലെ സയന്റിഫിക് പ്രോസസ് ആണ്. അതിന് ലോജിക്കൽ റീസണിങ് എന്തുണ്ട്? ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് എന്ന് പറയുന്ന ലോജിക്കൽ റീസണിങ് ഒക്കെ എന്തായിട്ട് വരുന്നുണ്ട്? ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആണെങ്കിലും ശരിയാണ്. ഓപ്ഷൻ ഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഈസ് ഡൺ ഇൻ എവറി കൈൻഡ് ഓഫ് റിസർച്ച് അല്ലെ? എല്ലാ തരത്തിലുള്ള റിസർച്ചിലും, ടൈപ്പ് ഓഫ് റിസർച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. എല്ലാ ടൈപ്പ് റിസർച്ചിലും എന്ത് വേണം? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാ തരത്തിലുള്ള റിസർച്ചിലും എന്ത് ചെയ്യുന്നില്ല? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തുന്നില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. ബാക്കി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഓപ്ഷൻ ബിയും സിയും ഇ ഒക്കെ ശരിയായിട്ടുള്ളതുമാണ്. ഓക്കെ, ഈ നോക്കിക്കേ. ഇറ്റ് കളക്ട് ആൻഡ് അനാലിസിസ് എവിഡൻസ് ടു ഡ്രൈവ് ഫൈൻഡിങ്സ് അല്ലെ? അനാലിസിസ് അല്ലെ? എവിഡൻസ് ഫൈൻഡിങ്സിന് അല്ലെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു അല്ലെ നമ്മളുടെ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെ? ഒരു ചില നമ്മളുടെ ചില നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിസർച്ച് ഉണ്ടാവും അല്ലെ? അതേപോലെ തന്നെ ഒരു നമുക്കറിയാം
ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സയന്റിഫിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എവിഡൻസ് ബേസ്ഡ് എന്നാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും സയന്റിഫിക് എന്നുള്ള അല്ലെങ്കിൽ വേർഡ് കണ്ടു കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് സയന്റിഫിക് എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്, റിസർച്ച് എന്ന് പറയുന്നതിന്റെ കണക്ഷൻ ട്രിക്ക് ആണ്. അപ്പം എവിഡൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് ആൻസർ ആണ്. അപ്പം ബിയും സിയും ഇയും അല്ലെ, അതാണ് ആൻസറിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് ക്ലാസ് റൂം ആക്ഷൻ റിസർച്ച് അല്ലെ. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് കേട്ടോ. നമ്മൾ ടൈപ്പ് ഓഫ് റിസർച്ച് പഠിക്കുന്നുണ്ട്, അതിൽ പെട്ടിട്ടുള്ളതാണ് ആക്ഷൻ റിസർച്ച്. അപ്പം ആക്ഷൻ റിസർച്ചില് ഉള്ള സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാന്, റിഫ്ലക്റ്റ്, ആക്ഷന്, ഒബ്സർവ്, ഫോളോ അപ്പ്, ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണ് തന്നിട്ടുള്ളത്. ഈ 5 സ്റ്റെപ്സിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക? ഫസ്റ്റ് എന്തായാലും ഒരു റിസർച്ച് നടത്തണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം അല്ലെ. ഒരു റിസർച്ച് നടത്തണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം. അപ്പം പ്ലാൻ തന്നെയായിരിക്കും. പ്ലാന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് നമ്മൾ ആക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും അത് ഇംപ്ലിമെന്റിങ് ചെയ്യുക. അപ്പം ആക്ഷൻ വേണം അല്ലെ, ആക്ഷൻ അല്ലെ. അപ്പൊ ആക്ഷൻ നടന്നു, ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തു, നമ്മളൊരു കാര്യം നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുന്നുണ്ടോ ഇല്ലേ, അത് നല്ല രീതിയിലാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം അല്ലെ. അപ്പൊ പ്ലാൻ ചെയ്യണം, ആക്ഷൻ ചെയ്യണം, ഒബ്സർവ് ചെയ്യണം അല്ലെ. ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ റിസൾട്ട് കിട്ടും. അതായത് റിഫ്ലക്റ്റ് ഉണ്ടാകും. ആ റിഫ്ലക്റ്റ് ഉണ്ടായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ള കാര്യത്തിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ വരിക? പ്ലാനിങ് വേണം, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷനിലേക്ക് ഇംപ്ലിമെന്റിങ് ചെയ്യണം, ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത ആക്ഷന് ഒബ്സർവ് ചെയ്യണം. അതെ അല്ലേ, ശരിയാണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് അല്ലെ, ACDDE ആണ് കേട്ടോ വരിക. അതായത് പ്ലാന്, ആക്ഷന്, ഒബ്സർവ്, റിഫ്ലക്റ്റ്, ഫോളോ അപ്പ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് റിസർച്ച് അല്ലെ, എന്താണ് റിസർച്ച് എന്നുള്ളത്? ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് റിസർച്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പോകെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ റിസർച്ച് നോക്കിക്കേ, എന്താ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെർച്ച് ഓഫ് നോളജ് ആണ്. ഓക്കെ, നോളജിന്റെ സെർച്ച് ആണ് അല്ലെ. സെർച്ച് ഓഫ് നോളജ് ആണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു വിവരം അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നതിന് അല്ലെ, അതിനുവേണ്ടി ശ്രമിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലെ. അതല്ലെങ്കിൽ എന്ത് പറയാം റിസർച്ചിനെ? ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറയാം. സയന്റിഫിക് ആയിട്ടുള്ള, അപ്പൊ റിസർച്ചിന്റെ ഒരു കണക്ടിങ് വേർഡ് ആണ് എന്ത്? അപ്പൊ എഴുതി വെക്കാൻ, നിങ്ങൾക്ക് കണക്ടിങ് വേർഡ് എഴുതി വെക്കാനുള്ള ഒരു നോട്ട്ബുക്കിൽ ഒരു പേജ് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഒരു കണക്ടിങ് വേർഡ് എഴുതി വെക്കുക, റിസർച്ചിന്റെ സയന്റിഫിക് അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, അതിന്റെ കൂടെ തന്നെ എവിഡൻസ്, രണ്ടും എഴുതുക. സയന്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എവിഡൻസ് ബേസ്ഡ് ആണ് അല്ലെ. അത് പ്രൂവ് ചെയ്യാൻ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ അതിന്റെ ഒരു പ്രൂഫ് അല്ലെ, ഒരു എവിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് അതിനെന്ത് പറയാ, സയന്റിഫിക് എന്ന് പറയാം. അപ്പൊ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇറ്റ് ഈസ് കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഓൺ എൻക്വയറി എക്സ്പെഷ്യലി ത്രൂ ദ സെർച്ച് ഫോർ ന്യൂ ഫാക്ട് ഇൻ എനി ബ്രാഞ്ച് ഓഫ് നോളജ് ഓർ സ്പെസിഫിക് ടോപ്പിക്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ നമുക്കറിയുന്ന ഏതെങ്കിലും കുറച്ച് നോളജ് ഉണ്ടാകും, ആ കുറച്ച് നോളജ് അല്ലെ, അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഫാക്ട് അല്ലെ, പുതിയ ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാണ്. എങ്ങനെ സെർച്ച് ചെയ്യുക? നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട്, ഒരുപാട് എൻക്വയറി നടത്തിയിട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പുതിയ നോളജും പുതിയ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള പുതിയ ആശയങ്ങളും പുതിയ ഫാക്റ്റുകളും സെർച്ച് ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് റിസർച്ച് എന്നുള്ളത് പറയുന്ന ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. എന്താണ് റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുമല്ലോ. നമുക്കറിയാം, ഒരു സ്പെസിഫിക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ ഒരു നോളജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ പറ്റിയിട്ടുള്ള പുതിയ ഫാക്റ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യാം.
സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാ സെർച്ച് ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേഷനിലൂടെയോ എൻക്വയറിയിലൂടെയോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെർച്ച് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഡിസ്കവറിങ് ട്രൂത്ത്, അല്ലെ? ഇതൊക്കെ പറയുന്നത് ഒന്നാണ്. കാരണം ഞാൻ ഇതിങ്ങനെ പല പല സെന്റൻസിലും പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അതിനാണ് പല രീതിയിലുള്ള സെന്റൻസിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ. ഡിസ്കവറിങ് ട്രൂത്ത്, അല്ലെ? എന്താണ് എന്തെങ്കിലും ഒളിഞ്ഞു നിൽക്കുന്ന ട്രൂത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് റിസർച്ച് ചെയ്യുന്നത്. നോക്കിക്കേ, റിസർച്ചിന്റെ ഒരു ഡെഫിനിഷൻ ആണ്: റിസർച്ച് ഈസ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് സെർച്ച് ഓഫ് എനി പെർട്ടിക്കുലർ ടോപ്പിക്, subject or area of investigation backed by collection, computation, presentation and interpretation of relevant data. അല്ലെ? അതായത് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്. അപ്പൊ നമുക്ക് അടുത്ത വേർഡ് കിട്ടി, റിസർച്ചിന്റെ അടുത്ത കണക്റ്റിംഗ് വേർഡ് കിട്ടി, സിസ്റ്റമാറ്റിക്. 3 ആയിട്ടോ. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ആണ്, എവിഡൻസ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആണ്. അപ്പം റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡി ഓർ സെർച്ച് ഓഫ് എനി പെർട്ടിക്കുലർ ടോപ്പിക്, അല്ലെ? ഏതെങ്കിലും ഒരു ടോപ്പിക്, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെപ്ത് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ കുറിച്ചിട്ട് പഠിക്കുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ ആവാം. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻസ് നടക്കാം. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ആ കിട്ടിയിട്ടുള്ള ഡാറ്റനെ കമ്പ്യൂട്ടേഷൻ ചെയ്യും. കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കിട്ടിയിട്ടുള്ള ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യാണ്, അനാലിസിസ് ഒക്കെ ചെയ്യുന്നതിന്. ഓക്കെ. എന്നിട്ട് അത് നമ്മൾ കിട്ടിയിട്ടുള്ള ആൻസർ പ്രസന്റേഷൻ ചെയ്യും. ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റെലവെന്റ് ഡാറ്റ, അല്ലെ? ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ, അതിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അതിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. സിസ്റ്റമാറ്റിക്, അത് എങ്ങനെ പഠിക്കുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. കിട്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷൻ നടത്തി, കമ്പ്യൂട്ടേഷൻ നടത്തി, പ്രസന്റേഷൻ നടത്തി, ഇന്റർപ്രിട്ടേഷൻ നടത്തും. ഓക്കെ, ഇതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിസർച്ചിന്റെ സ്റ്റെപ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയും. ഓക്കെ, ഒരു ലാസ്റ്റ് ഒരു ഡെഫിനിഷനും കൂടെ. ക്ലിഫോർഡ് വുഡി എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷൻ ആണ്: റിസർച്ച് കോംപ്രൈസ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ഓർ സജസ്റ്റഡ് സൊല്യൂഷൻ, കളക്ടിങ്, organizing and evaluating data, making deduction and reaching conclusion, and at last carefully testing the conclusion to determine whether it fit the formulated hypothesis. അതായത് ഇതിലിപ്പോ ക്ലിഫോർഡ് പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു പ്രോബ്ലം എന്താന്നുള്ളത് കണ്ടെത്താം, എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്താം. അതായത് ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതിലുള്ള പ്രോബ്ലം എന്താണ് എന്നുള്ളത് പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ഹൈപ്പോത്തസിസിലേക്ക് എത്തുക. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ, അനുമാനങ്ങൾ എന്നൊക്കെ പറയാം, അല്ലെ? അതായത് നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം, നമുക്കറിയാം നമുക്ക് പ്രോബ്ലം എന്താന്നുള്ളത് കിട്ടി. അങ്ങനെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു ഉത്തരം, അല്ലെ? മുൻകൂട്ടിയിട്ട് അതിനൊരു ഉത്തരം ഇതായിരിക്കും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു പരിഹാരം ഇങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുന്നതിന് അതിന് നമ്മൾ എന്താ പറയാ, അല്ലെ, ഹൈപ്പോത്തസിസ് എന്ന് പറയാം. എന്നിട്ട് ഹൈപ്പോത്തസിസ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ഷൻ നടത്തണം. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ പറ്റി കിട്ടാവുന്ന അത്രയും മാക്സിമം വിവരങ്ങളിലെ ശേഖരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കൃത്യമായിട്ടുള്ള, അല്ലെ, കൃത്യമായിട്ട് അതിനെന്ത് ചെയ്യുക, ക്രമീകരിക്കുക, കൃത്യമായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, കിട്ടിയിട്ടുള്ള ഡാറ്റനെ, മാക്സിമം ഡാറ്റനെ നമ്മൾ കളക്ട് ചെയ്യുക, കിട്ടിയിട്ടുള്ള ഡാറ്റനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നമ്മുടെ റിസർച്ചിന് ഏറ്റവും സ്യൂട്ട് ആയതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയിട്ടുള്ള ഡാറ്റന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇവാലുവേഷൻ നടത്തുക, അല്ലെ? ഒരു ഇവാലുവേഷൻ നടത്തുക. അതായത് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനൊരു വിശകലനം ചെയ്തിട്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. ഓക്കെ, അതിന്റെ ഒരു പിന്നെ അതേപോലെ തന്നെ അതെന്ത് ചെയ്യണം, നമ്മൾ ഒരു അവസാനം അതൊരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാല് കൺക്ലൂഷനിൽ എന്ത് ചെയ്യണം, അത് ശരിയാണോ തെറ്റാണോ,
നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന റിസർച്ചുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട് അല്ലെ, ഹൈപ്പോത്തിസിസ് ശരിയാണോ, നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്ന ഉത്തരം ശരിയാണോ, ഇങ്ങനെയൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്നതിനാണ് റിസർച്ച് എന്ന് പറയാ എന്നാണ് ക്ലിഫോർഡ് വുഡി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഒന്നുകൂടെ, അതായത് റിസർച്ച് ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ, ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറി ആണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ദ ഒബ്സർവ്ഡ് ഫിനോമിന ആൻഡ് ഇറ്റ് ഇൻവോൾവ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലെ. റിസർച്ചിൽ സാധാരണ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് കാണാറുണ്ട്. എന്താണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എൻക്വയറി ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അത് അവിടെ ഡിസ്ക്രൈബ് ഉണ്ട്, എക്സ്പ്ലെയിൻ ഉണ്ട്, പ്രെഡിക്ഷൻ ഉണ്ട്, കൺട്രോൾ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് റിസർച്ചിൽ. അപ്പൊ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് ഒരു പെർട്ടിക്കുലർ ടു ജനറൽ, പെർട്ടിക്കുലർ ടു ജനറൽ, അതായത് ഒരു ചില പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടെത്തിയിട്ടുണ്ടാകും. അതിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ തുടങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് നമ്മളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും ഒരുപാട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും. അപ്പൊ ആ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലറിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും ഒരു ജനറൽ ആയ കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയാ. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, അതായത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള കാര്യത്തിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയാം. സാധാരണ ഈ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിട്ടും അല്ലെ, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയ DGP അല്ലെ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. അപ്പൊ നമുക്ക് അന്ന് എന്ത് ഷോർട്ട് ആക്കിയിട്ട് ഓർത്തക്കാം, DGP എന്ന് ഓർത്തക്കാം. ഡി ഡിഡക്റ്റീവ്, G ജനറൽ ടു പെർട്ടിക്കുലർ, P അല്ലെ പെർട്ടിക്കുലർ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും സാധാരണഗതിയിൽ മാറിപ്പോവാറുണ്ട്. അപ്പൊ മാറിപ്പോവരുത്. എന്ത് ചെയ്യുക, ജനറൽ ടു പെർട്ടിക്കുലർ ആണെങ്കിൽ അതെന്താണ്, ഡിഡക്റ്റീവ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ഇൻഡക്റ്റീവിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാള് അല്ലെ, ഏതെങ്കിലും ഇപ്പൊ ഒരു രാമുവിന് വിശക്കുന്നുണ്ട് എന്നുള്ളത് പറയാം അല്ലെ, നമ്മൾ പറയാം. അതേപോലെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, രാമുവിന് വിശക്കുന്നുണ്ട്, രാമു മനുഷ്യനാണെന്ന് കണ്ടെത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പൊതുവായിട്ട് അത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ജനറലിലേക്ക് എത്തിക്കുക. എങ്ങനെ ജനറലിലേക്ക് എത്തിക്കുക, അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും എന്ത് ചെയ്യും, വിശക്കും അല്ലെ. നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും എല്ലാ മനുഷ്യർക്കും വിശക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. അതായത് എല്ലാ മനുഷ്യനും വിശക്കും, അങ്ങനെയാണെങ്കിൽ രാമുവിനും വിശക്കും അല്ലെ. അപ്പൊ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാ മനുഷ്യനും വിശക്കും, അങ്ങനെയാണെങ്കിൽ ടു പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാമുവിനും വിശക്കും. ഇതാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായല്ലോ. കാരണം ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്, ഒരുപാട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും പല രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആശയം നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ, പോവാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പസ് ഓഫ് റിസർച്ച് അല്ലെ, റിസർച്ചിന്റെ പർപ്പസുകളാണ് പറയുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെ, 4 പർപ്പസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഒന്ന് എക്സ്പ്ലോറേഷൻ, രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷന്, മൂന്നാമത്തത് എക്സ്പ്ലനേഷന്, പ്രെഡിക്റ്റീവ് അല്ലെ. ഇങ്ങനെ 4 പർപ്പസ് എന്തുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് റിസർച്ചിൽ പറയുന്നുണ്ട്. ഒന്ന് എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുക അല്ലെ, ഒരു വിഷയത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക.
പരിവേഷണം നടത്തുക എന്നൊക്കെ പറയും അല്ലെ, എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഗെയിനിങ് സം ഫെമിലിയാരിറ്റി വിത്ത് എ ടോപ്പിക്, ഡിസ്കവറിങ് സം ഓഫ് ഇറ്റ്സ് മെയിൻ ഡയമെൻഷൻസ് ആൻഡ് പ്ലാനിങ് മോർ സ്ട്രക്ചേർഡ് റിസർച്ച് അല്ലെ. അതായത് ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് അല്ലെ, ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പല ടൈപ്പ് വിവരങ്ങളൊക്കെ കണ്ടെത്തുക, അതിനെ കൂടുതൽ വിപുലമായിട്ടില്ലേ, കൂടുതൽ നല്ല രീതിയിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പ്ലോറേഷൻ പറയുന്നത്. അതായത് നമുക്ക് എന്തുണ്ടാകും, ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കും, ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് അതിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പല ഡയമെൻഷനിലും നമ്മൾ അതിനെ പറ്റി പഠിക്കുന്നതിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയാം. അതായത് ഫൈൻഡിങ് ന്യൂ തിങ്സ് അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, എക്സ്പ്ലോർ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ അല്ലെ, രണ്ടാമത്തെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലോറേഷനും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മാറിപ്പോവാറുണ്ട്. അപ്പം നിങ്ങളത് കൃത്യമായിട്ട് അതിന്റെ ഡിഫറൻസ് എന്താന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലോറേഷൻ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഡിസ്ക്രൈബ് എ ഫിനോമിനൻ, പോപ്പുലേഷൻ ഓർ സിറ്റുവേഷൻ അക്യുറേറ്റ്ലി, ഇറ്റ് ആൻസേഴ്സ് ഹു, വാട്ട്, വേർ ആൻഡ് വെൻ. അതായത് എന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം അല്ലെ, ഒരു പ്രത്യേക ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെ, അതിനെ നമ്മൾ എന്ത് ചെയ്യാം, അവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെ കുറിച്ചിട്ട് അല്ലെ, ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ തേടി തേടി പോകുന്നതിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഉള്ള ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഒരു പോപ്പുലേഷനെ അല്ലെ, ഒരു ഫിനോമിനെ നമ്മൾ അതിനെ പറ്റി അക്യുറേറ്റ് ആയിട്ട്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ പഠിക്കുന്നതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിലൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹു, വാട്ട്, വേർ, വെൻ അല്ലെ, ഇത്രയും കാര്യങ്ങളുടെ ആൻസർ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മള് സെൻസസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ നമ്പർ ഓഫ് ഇന്ത്യൻസ് അല്ലെ, നമ്മളുടെ ഇന്ത്യൻ ആളുകളുടെ നമ്പറിനനുസരിച്ചിട്ടുള്ള നമ്മളുടെ സെൻസസ് റിപ്പോർട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇലക്ഷനിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ജയിക്കും എന്നൊക്കെ പറയാ. ഇതൊക്കെ ഡിസ്ക്രിപ്ഷന് എക്സാമ്പിൾ ആണ്. അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് എക്സ്പ്ലനേഷൻ? ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എക്സ്പ്ലോറേഷൻ പറഞ്ഞു, ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞത് എക്സ്പ്ലോറേഷൻ ആണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് എക്സ്പ്ലനേഷൻ? എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ആ പ്രോബ്ലം സ്റ്റഡി ഡീറ്റെയിൽഡ് ബൈ സ്റ്റെപ്പ് അല്ലേ, ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനെ പറ്റി പഠിക്കുന്നതിനാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി ഡീറ്റെയിൽഡ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ട്, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പഠിക്കുന്നതിനാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ചിലപ്പോൾ വേരിയബിൾസ് ഉണ്ടായിരിക്കും. ആ വേരിയബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെ, അതിന്റെ കാരണവും അതിന്റെ കാരണം എന്താണ്, അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ പഠിക്കുക എങ്ങനെയാണ്? എക്സ്പ്ലനേഷനിലാണ്. ഓക്കെ, ഈ കോസ് ആൻഡ് എഫക്റ്റ് വേറെ റിസർച്ചിലും പറയുന്നുണ്ട് നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇതിപ്പോ നമ്മൾ പറയുന്നത് പർപ്പസ് ആണ്, റിസർച്ചിന്റെ പർപ്പസ് ആണ് കേട്ടോ. ടു എക്സ്പ്ലെയിൻ വൈ എ സ്പെസിഫിക് ചേഞ്ച് ഒക്യൂർ ആൻഡ് ടു ഐഡന്റിഫൈ ദ വേരിയബിൾ റെസ്പോൺസിബിൾ അല്ലെ. എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ ഒരു ചേഞ്ച് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ പഠിക്കുന്നത് എക്സ്പ്ലനേഷനിലാണ്. അടുത്തത് പ്രെഡിക്റ്റീവ് അല്ലെ, ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ. അതായത് എന്താണ് ഭാവിയിലെ, ഫ്യൂച്ചറിൽ എന്ത് നടക്കും, ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പ്രെഡിക്റ്റീവ് അല്ലെ. പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭാവിയിൽ എന്ത് അല്ലെ നടക്കും എന്നുള്ളത് പ്രവചിക്കുക, അതാണല്ലോ അല്ലെ. അപ്പം ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ളത് ഒരു മുൻകൂട്ടി പറയുന്ന ഒരു രീതിനെയാണ് നമ്മൾ എന്താ പറയാ, പ്രെഡിക്റ്റീവ് എന്ന് പറയാ അല്ലെ. ഇറ്റ് യൂസസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് കറന്റ് ഫൈൻഡിങ് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഔട്ട്കംസ്. അതായത്
പഴയ അല്ലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പഴയ ഡാറ്റകൾ കളക്ട് ചെയ്യും. ഇപ്പൊ ഉള്ള നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കറന്റ് ഫൈൻഡിങ്സും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് പണ്ട് നടന്നിട്ടുള്ളതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ളത് പറയുന്നതിനാണ് പ്രെഡിക്റ്റീവ് എന്ന് പറയുക. ടു ആന്റിസിപ്പേറ്റ് വാട്ട് വിൽ ഹാപ്പൻ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ പറയാം പഴയ ഇപ്പൊ പഴയ ജനറേഷനിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പത്തെ ജനറേഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത ജനറേഷനിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മഴയുടെ ഒരു റിസർച്ച് എടുത്ത ഒരു സ്ഥലത്ത് മഴ കിട്ടുന്നത്, പണ്ട് ഇത്ര തോതിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോ അവിടുത്തെ മഴയുടെ അളവ് ഇങ്ങനെയാണ്. അപ്പൊ 2 ഡാറ്റ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് കുറഞ്ഞു വരുന്നതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത കുറച്ച് വർഷത്തിന്റെ ഉള്ളിൽ ഇത്ര കുറയാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഫ്യൂച്ചർ വെച്ചിട്ട്. ഇങ്ങനെയുള്ള റിസർച്ചിനെയാണ് എന്ത് പറയാ, പ്രെഡിക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വിശ്വസിക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ ക്ലാസ്സിൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരിക്കുക. കാരണം നമുക്കാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റീവ്സ് അല്ലെ. നമ്മൾ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ, അത് ഒബ്ജക്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അത് നോക്കി പോവാം. അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് സം എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഓർ പ്രോബ്ലംസ് അല്ലെ. ഏതെങ്കിലും നിലവിലുള്ള ഏതെങ്കിലും സിറ്റുവേഷനെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ബിൽഡ് ഓർ മേക്ക് അനദർ മെത്തേഡ് ഓർ ഫ്രെയിം വർക്ക് അല്ലെ. അതായത് എന്താ, ഒരു പുതിയ രീതികളോ പുതിയ ഫ്രെയിം വർക്കിലെ ഒരു ചട്ടങ്ങളോ അല്ലെ ഘടനകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ജനറേറ്റ് ന്യൂ നോളജ് അല്ലെ, പുതിയ അറിവുകൾ ഉണ്ടാക്കും. എക്സ്പ്ലോർ ആൻഡ് അനാലിസിസ് മോർ ജനറൽ ഇഷ്യൂ അല്ലെ, പൊതുവായിട്ടുള്ള നമ്മളുടെ സമൂഹത്തിലൊക്കെ നടക്കുന്ന ഒരുപാട് പൊതുവായിട്ടുള്ള ഇഷ്യൂകളുണ്ട്, ജനറൽ ഇഷ്യൂകളുണ്ട്. ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അതിനൊക്കെ അനലൈസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓഫർ എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം അല്ലെ, ഒരു പ്രോബ്ലം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷന് പറയാൻ വേണ്ടിയിട്ട് റിസർച്ചിലൂടെ പറ്റും. ആൻഡ് റിവ്യൂ ആൻഡ് സിന്തസിസ് ദ എക്സിസ്റ്റിംഗ് നോളജ് അല്ലെ, നിലവിലുള്ള ഒരു നോളജ് ഉണ്ട്, ആ നോളജിൽ ചിലപ്പോ എന്തെങ്കിലും വീണ്ടും അത് ഉള്ള നോളജ് ശരി തന്നെയാണോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും, റിവ്യൂ ചെയ്യേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെ ഉള്ള നോളജിക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഇതിനൊക്കെയാണ് പുതിയ എക്സിസ്റ്റിംഗ് നോളജ് എന്ന് പറയുന്നത് അല്ലെ. ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് വിച്ച് ഈസ് ഹിഡൻ ആൻഡ് വിച്ച് ഹാസ് നോട്ട് ബീൻ ഡിസ്കവേർഡ് സോ ഫാർ. നമ്മളറിയാം ഹിഡൻ ആയിട്ട് നിൽക്കുന്ന അല്ലെ, ഒളിഞ്ഞു നിൽക്കുന്ന ഒരുപാട് സത്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിസർച്ച് നടത്തേണ്ടി വരും. അഡ്വാൻസ് സിസ്റ്റമാറ്റിക് നോളജ് ത്രൂ സയന്റിഫിക് മെത്തേഡ്സ് ആൻഡ് ഒബ്സർവേഷൻ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളജ് അല്ലെ ആൻഡ് സയന്റിഫിക് മെത്തേഡൊക്കെ അഡ്വാൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും ഒബ്സർവേഷനിലൂടെയൊക്കെ നമ്മളുടെ നോളജ് നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു മാറ്റേണ്ടി വരും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയ നോളജ് പ്രൈമറി സോഴ്സിൽ നിന്ന് അല്ലെ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ക്യാരക്ടറിസ്റ്റിക്സ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ് പറയുമ്പം നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ അറിയുന്നതാണല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒബ്ജക്റ്റീവ്സിനും ക്യാരക്ടറിസ്റ്റിക്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ, ഗ്യാദർ ന്യൂ നോളജ് ഫ്രം പ്രൈമറി സോഴ്സിൽ. പ്രൈമറി സോഴ്സ് അതായത് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്, അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാൻഡഡ് ആയിട്ട് കിട്ടുന്ന, നമ്മൾ ഫസ്റ്റ് ഹാൻഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളടുത്ത് പോയി ചോദിച്ചിട്ട് അയാളടുത്ത് നിന്ന് കിട്ടുന്നതിനാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഹാൻഡഡ് ആയിട്ട് കിട്ടുന്ന ഡാറ്റയാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയാം. അപ്പൊ അതിൽ നിന്നും പുതിയ അറിവുകൾ എടുക്കുക. പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക. ലോജിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ് അല്ലെ,
അപ്പൊ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ പറഞ്ഞ പോലെ അക്യുറേറ്റ് ആയിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും, എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും റിസർച്ചിൽ ഉണ്ടാകുക. ലോജിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, അതായത് എന്താ പറയാ, ഒരു എപ്പോഴും ഒരു ലോജിക്കലി ആയിരിക്കും റിസർച്ചിന്റെ ആൻസറുകൾ വരിക എന്നുള്ളതാണ്. ആൻഡ് ഒബ്ജക്റ്റീവിലെ, അതായത് അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യത്തിനോ ഒന്നിനും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എവിഡൻസ് വേണം. ഇപ്പൊ ഞാനൊരു റിസർച്ച് നടത്തിയിട്ട് എന്റെ ഫൈൻഡിങ്സ് ഇങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതുകൊണ്ടായിട്ടില്ല, എന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടായിട്ടില്ല. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അപ്പം ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, യൂഷ്വലി ഇൻവോൾവ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പോത്തിസിസ് എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ എന്തുണ്ട്, ആദ്യം നമ്മൾ റിസർച്ച് പ്രോബ്ലം മനസ്സിലാക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും അല്ലെ. ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് റിസർച്ചിന്റെ ലാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് വരിക, ഇങ്ങനെയൊക്കെ ഉത്തരം കിട്ടാനാണ്, റിസർച്ച് നടത്തുമ്പോൾ ഇങ്ങനെ ഉത്തരം കിട്ടാനാണ് സാധ്യത എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ്, റിസർച്ച് തുടങ്ങുന്നതിന്റെ മുമ്പ് പ്രോബ്ലം കിട്ടുമ്പോൾ തന്നെ ഉത്തരം കണ്ടെത്തി അല്ലെ, അതിനെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള വിചാരിക്കുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടഡ് ആണ്. പിന്നെ വരുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി, കൺസിസ്റ്റൻസി, വാലിഡിറ്റി, അക്യുറസി, ക്രെഡിബിലിറ്റി. ഓക്കെ, ഇതൊക്കെ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഒബ്ജക്ടിവിറ്റി എന്ന് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, റിലയബിലിറ്റി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, കൺസിസ്റ്റൻസി ബേസ് ചെയ്തിട്ട്, വാലിഡിറ്റി ബേസ് ചെയ്തിട്ട്, അക്യുറസി ബേസ് ചെയ്തിട്ട്, ക്രെഡിബിലിറ്റി ബേസ് ചെയ്തിട്ട്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്തുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് നല്ലോണം ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കുക തന്നെ വേണം. എന്താ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താ ഒബ്ജക്ടിവിറ്റി? ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ്ഡ് ഓൺ ദ സയന്റിഫിക് ഫാക്ട് റാദർ ദാൻ വൺസ് ഒപ്പീനിയൻ അല്ലെ. ഒരാളെ ഒപ്പീനിയനെക്കാട്ടിലും, അതായത് എന്റെ ഒരു അഭിപ്രായം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട്, അതിനൊരു എവിഡൻസ് വേണം, പ്രൂഫ് വേണം. നമ്മൾ പറയുന്ന കാര്യത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ടെങ്കിലാണ് അതിന് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഫാക്ച്വൽ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് അല്ലെ. അതായത് പേഴ്സണൽ ബയാസ് എന്ന് പറയുമ്പോൾ എന്താ, ഇതേ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെ, വ്യക്തിപരമായിട്ടുള്ള ഇമോഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അതിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല അല്ലെ. And judgment or conclusion is based on observable phenomena or data influenced by emotions or personal prejudice അല്ലെ. എന്താണ് ജഡ്ജ്മെന്റ് ഓർ കൺക്ലൂഷൻ അല്ലെ, ജഡ്ജ്മെന്റ് നടക്കുന്നത് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് നടക്കുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു അവിടെ ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ പ്രജുഡിസിലോ ഒരു മുൻധാരണയോ വെച്ചിട്ട് ആവരുത്. മുൻധാരണ വെച്ചിട്ട് നമ്മൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും, പക്ഷെ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യണം, എവിഡൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മളൊരു കൺക്ലൂഷനിലേക്ക്, റിസർച്ചിന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. മാറിപ്പോവരുത് കേട്ടോ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി കുറെ പറയുന്നുണ്ട്, അതായത് ഇതൊക്കെ പറയാറുണ്ട്, അപ്പൊ എല്ലാം കൂടെ മാറിപ്പോവരുത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട് ആണ്, റാദർ ദാൻ വൺസ് പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെ. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയനെ കാട്ടിലും കൂടുതലായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ആണെങ്കിൽ അതിനെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുക. എന്നാൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൺസിസ്റ്റൻസ് ആൻഡ് ഡിപ്പെൻഡന്റ് അല്ലെ. കൺസിസ്റ്റൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതായത് ഇപ്പോ നമുക്കറിയാം, റിലയബിലിറ്റി റെഫേഴ്സ് ടു ദ വെദർ ഓർ നോട്ട് യു ഗെറ്റ് ദ സെയിം ആൻസർ ബൈ യൂസിങ് ദ ഇൻസ്ട്രുമെന്റ് ഓർ മെഷർമെന്റ് സംതിങ് മോർ വൺസ് അല്ലെ. അതായത് നമ്മൾ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ഒരു ഇപ്പോ ഉപയോഗിച്ചിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ഒന്നിലധികം പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക, അപ്പൊ ഒക്കെ കിട്ടുന്നത് സെയിം റിസൾട്ട് ആവണം അല്ലെ. അതായത് സ്ഥിരത വേണം, കൺസിസ്റ്റന്റ് ആവണം, സ്ഥിരത വേണം, ഡിപ്പെൻഡബിൾ ആയിരിക്കണം അല്ലെ. അതേപോലെ എപ്പോഴും ഒരേപോലെ ആശ്രയിക്കാൻ പറ്റുന്ന, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, സ്ഥിരത ഉണ്ടായിരിക്കണം. നമ്മൾ ഒരേ ഉപകരണങ്ങളിലെ ഒരേ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് പല രീതിയിലും അല്ലെ എല്ലാ സമയത്തും അത്
ചെയ്തു നോക്കിക്കഴിഞ്ഞാലും ഒരേ ഉത്തരം കിട്ടുന്ന രീതിയിലാവണം റിസർച്ച് നടത്തേണ്ടത്. Okay, research reliability is degree to which research method produce stable and consistent result. It can also be termed variability. If a same study is repeated under similar condition, it should give in the same result. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് വേരിയബിലിറ്റി അല്ലെ, അതായത് പരിശോധിച്ചിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റണം. വീണ്ടും ഒരാൾക്ക് സംശയം തോന്നുകയാണ്, നമ്മൾ ചെയ്ത റിസർച്ച് തെറ്റായി ശരിയായിട്ടില്ല എന്ന് സംശയം തോന്നുന്ന സമയത്ത് വീണ്ടും ചെയ്താലും നമ്മൾ ആദ്യം ചെയ്ത അതേ ഉത്തരം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. അപ്പം ഒരേ പഠനം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പല സാഹചര്യങ്ങളും അല്ലെ, അല്ലെങ്കിൽ സമാന സാഹചര്യങ്ങളൊക്കെ ഒരേ പഠനം ഒരേ സാഹചര്യങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് ഒരേ ഉത്തരം തന്നെ റിസൾട്ടിലേക്ക്, ഒരേ കൺക്ലൂഷനിലേക്ക് തന്നെ എത്താൻ പറ്റണം എന്നുള്ളതാണ് റിലയബിലിറ്റി എന്നുള്ളത് പറയുന്നത്. അപ്പൊ റിലയബിലിറ്റിന്റെ ടൈപ്പാണ് പറയുന്നത്. മെയിൻ ആയിട്ട് നാല് ടൈപ്പാണ് റിലയബിലിറ്റിയിൽ പറയുന്നത്. ഈച്ച് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ കമ്പയറിംഗ് ഡിഫറെന്റ് സെറ്റ് ഓഫ് റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം മെത്തേഡ് അല്ലെ. അതായത് ഒരേ രീതി ഉപയോഗിച്ചിട്ട് ലഭിക്കുന്ന ഒരേ രീതി ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത റിസൾട്ട് കിട്ടുകയാണ്. അതൊക്കെ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ 4 ടൈപ്പ് ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്താണ്, ടെസ്റ്റ് റീടെസ്റ്റ് അല്ലെ. റിലയബിലിറ്റിന്റെ ടൈപ്പാണ് കേട്ടോ, ടെസ്റ്റ് റീടെസ്റ്റ്. അതായത് ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ദ സെയിം ടെസ്റ്റ് ഓവർ ടൈം. അതായത് ഒരേ ടെസ്റ്റ് തന്നെ വ്യത്യസ്ത സമയത്തിൽ ഒരേ ടെസ്റ്റ് വ്യത്യസ്ത സമയത്തിൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ ഇന്റർറാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ സെയിം ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ഡിഫറെന്റ് പീപ്പിൾ. ഒരേ ടെസ്റ്റ് തന്നെ വ്യത്യസ്ത വ്യക്തികളിൽ ചെയ്യുമ്പോൾ അതിനെയാണ് എന്ത് പറയാ, ഇന്റർറാക്ടർ എന്ന് പറയാം. ഒരേ ടെസ്റ്റ് വ്യത്യസ്ത വ്യക്തികളിൽ ചെയ്യുകയാണെങ്കിൽ ഇന്റർറാക്ടർ എന്ന് പറയും. ഒരേ ടെസ്റ്റ് പല സമയത്ത് ചെയ്യുകയാണെങ്കിൽ അതിന് ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയും. പാരൽ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ ടെസ്റ്റിന്റെ തന്നെ വ്യത്യസ്ത വേർഷൻസുകൾ ഉണ്ടാവും. ഒരു ടെസ്റ്റ് റിസർച്ചിൽ നമ്മൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെസ്റ്റ് ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരേ ടെസ്റ്റ് തന്നെ വ്യത്യസ്ത വേർഷനുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ ആ എല്ലാ വേർഷനിലും ചെയ്ത് കഴിഞ്ഞാലും ഒരേ ഉത്തരം കിട്ടുകയാണെങ്കിൽ അതിനാണ് പാരലൽ ഫോംസ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്റേണൽ കൺസിസ്റ്റൻസി അല്ലെ, ദ ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് ദി ടെസ്റ്റ്. അതായത് ഒരേ ടെസ്റ്റിലെ ഓരോ ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പരം ബന്ധം അല്ലെ. അതായത് ഒരു ടെസ്റ്റില് പല ഭാഗങ്ങൾ ഉണ്ടാകും, അതിന്റെ ഭാഗങ്ങളൊക്കെ തമ്മിൽ എന്ത് ചെയ്യണം, ഒരു കണക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഇന്റർ കൺസിസ്റ്റൻസി എന്ന് പറയാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ഥിരതയാണ് അല്ലെ. അതായത് ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാം. റിസർച്ചിൽ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പൊ കൺസിസ്റ്റൻസിന്റെ ഒരു കണക്റ്റിംഗ് വേർഡ് ആണ് യൂണിഫോമിറ്റി. റിലയബിലിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് കൺസിസ്റ്റന്റ്. ഒബ്ജക്റ്റീവിന്റെ കണക്റ്റിംഗ് വേർഡ് പേഴ്സണൽ ബയാസ് ഇല്ലാതിരിക്കുക. ഓക്കെ, ദ സെയിം ടൂൾ പ്രോസസ് ആർ അപ്ലൈഡ് ഇൻ ഓൾ സിറ്റുവേഷൻ. ഒരേ ടൂളും റൂളും പ്രോസസ്സൊക്കെ എല്ലാ സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുള്ളത് ആ ഒരു സ്ഥിരതയാണ്, അല്ലെങ്കിൽ ആ ഒരു യൂണിഫോമിറ്റി ആണ് എന്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ്മസ് ടെസ്റ്റ് ഫോർ ട്രൂത്ത്. ഇറ്റ്സ് അബൌട്ട് ഒതന്റിസിറ്റി അല്ലെ, ഒരു ആധികാരികതയാണ് ഒതന്റിസിറ്റി. അപ്പൊ വാലിഡിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് ഓർത്തു വെച്ചോ, ഒതന്റിസിറ്റി അല്ലെ, ഒരു ആധികാരികത അല്ലെ. നമ്മളുടെ റിസർച്ചിന് ഒരു ആധികാരികത, ഒതന്റിസിറ്റി ഉണ്ടാവുകയാണെങ്കിലാണ് അതിനെന്ത് പറയാ, വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് റിസർച്ച് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു മെഷേഴ്സ്. എന്താണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഒരു റിസർച്ചില് നമ്മൾ ഉദ്ദേശിച്ച റിസർച്ച് നടത്താൻ നമ്മൾ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ആ ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, അതന്നെയാണോ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണത് എന്നുള്ളത് പരിശോധിക്കുക. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആദ്യം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന വിഷയത്തിലാണ് റിസർച്ച് ചെയ്യുക എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ തന്നെയാണോ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
The findings are meaningful and accurate for the research objectives. അല്ലെ, റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സിന് നമ്മൾ ആദ്യം കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ ഒബ്ജക്റ്റീവ്സ് നമ്മളുടെ ഫൈൻഡിങ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം വാലിഡിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് എന്താണ്? വാലിഡിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് എന്താ, പറയൂ, എന്താ വാലിഡിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് എന്താണ്? എന്താ വാലിഡിറ്റി? ഓതന്റിസിറ്റി അല്ലെ. പിന്നെയോ സോറി, ഒബ്ജക്റ്റിവിറ്റിന്റെ എന്താ? പേഴ്സണൽ ബയാസ് ഇല്ലാതിരിക്കുക. റിലയബിലിറ്റി ആണെങ്കിൽ അതും കൺസിസ്റ്റന്റ് ആയി നിൽക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കൺസിസ്റ്റന്റ് അധികം ചോദിക്കാറില്ല, റിലയബിലിറ്റി ആണ് ചോദിക്കാറുള്ളത്, കണ്ടിട്ടുള്ളത്. റിലയബിലിറ്റി ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്, കൺസിസ്റ്റൻസി ആണെങ്കിൽ അത് യൂണിഫോമിറ്റി ആണ്. ഓക്കെ, വാലിഡിറ്റി ആണെങ്കിൽ ഒതന്റിസിറ്റി ആണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ കണക്റ്റിംഗ് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളോട് നോട്ട്ബുക്കിൽ ഒരു ഭാഗം ഒഴിച്ചു വിടാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അക്യുറസി അല്ലെ. അക്യുറസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു റിസൾട്ടിൽ നമുക്ക് ഒരു ഫാൾട്ടും വന്നിട്ടില്ല, നമ്മൾ ചെയ്ത റിസൾട്ടിൽ ഒരു ഫാൾട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് അക്യുറേറ്റ്. അത്രയും അക്യുറേറ്റ് ആവണം നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്, അത്രയും അക്യുറേറ്റ് ആവണം എന്നുള്ളതാണ്. നമ്മള് റിസർച്ചിന്റെ ഫൈൻഡിങ്സ് ആർ കറക്റ്റ് അല്ലെ, പ്രിസൈസ് ആൻഡ് എറർ ഫ്രീ അല്ലെ, ഒരു എററും ഇല്ലാണ്ട് കറക്റ്റ് ആയിരിക്കണം. ഡാറ്റ കളക്ഷനിലാണെങ്കിലും കാൽക്കുലേഷന്റെ സമയത്താണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, എറർ ഫ്രീ ആയിട്ടുള്ള റിസർച്ച് ആയിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലെ. എ റിസർച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് പ്രൊവൈഡ് എ വേ ടു നോ ഹൗ ക്ലോസ് ആർ ദ സാമ്പിൾ പാരാമീറ്റേഴ്സ് ഓഫ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. സോ അക്യുറേറ്റ്ലി മീൻസ് ഹൗ preciously the measured values or finding reflect the real or the original value. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് എ വേ ടു നോ ഹൗ ക്ലോസ് ദ സാമ്പിൾ പാരാമീറ്റേഴ്സ് ടു ദ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യം നമ്മൾ റിസർച്ച് നടത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിൾ സ്റ്റഡി നടത്തും. ഓക്കെ, കുറച്ച് ആൾക്കാർ, നമ്മൾ ഒരു പ്രോബ്ലം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിൾ സ്റ്റഡി കുറച്ച് ആളുകൾ എടുത്തിട്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു 1000 ആൾക്കാരെ അടുത്തുള്ള റിസർച്ചാണ് നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അത് ഒരു 25 ആൾക്കാർ 50 ആൾക്കാരെ അടുത്ത് നമ്മൾ നടത്തി നോക്കും. എന്നിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കും. എന്നിട്ട് ആ ഉത്തരം വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ആ 1000 ആളുകളുടെ അടുത്ത് നമ്മുടെ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. അപ്പൊ സാമ്പിൾ സ്റ്റഡി നമ്മൾ നടത്തും. അപ്പൊ ആ സാമ്പിൾ സ്റ്റഡി നടത്തുന്ന സമയത്ത് അല്ലെ, പൈലറ്റ് സ്റ്റഡി എന്നാ പറയാം, പൈലറ്റ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് രണ്ടും മാച്ച് ആവുന്നുണ്ടോ, അത്രയും അക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. സോ അക്യുറൻസി മീൻസ് ഹൗ പ്രഷ്യസ്ലി ദ മെഷേർഡ് വാല്യൂ ഓർ ഫൈൻഡിങ് റിഫ്ലക്ട് ദ റിയൽ ഓർ ഒറിജിനൽ വാല്യൂ അല്ലെ. റിയൽ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ ആയിട്ട് എത്രത്തോളം മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് അക്യുറസി എന്ന് പറയുന്നത്. ഇങ്ങനെ അത്രയും അക്യുറേറ്റ് ആണ് എന്നുണ്ടെങ്കിലാണ് റിസർച്ചർ എന്ത് പ്രൂവ് ചെയ്യുക, നമ്മളുടെ റിസർച്ച് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നു, വാലിഡ് ആണ്, റിലയബിൾ ആണ് എന്നൊക്കെ റിസർച്ചറിന് പറയാൻ പറ്റൽ എപ്പോഴാണ്, ഞാൻ ചെയ്തിട്ടുള്ള റിസർച്ച് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ജനറലൈസബിൾ ആണ്, റിലയബിൾ ആണ്, വാലിഡ് ആണ് എന്ന് പറയാൻ പറ്റല് എനിക്ക് അത്രയും അക്യുറേറ്റ് ആയിട്ട് എന്റെ സ്റ്റഡി നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് പറ്റുക. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രെഡിബിലിറ്റി ആണ് അല്ലെ. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, വിശ്വസനീയതയാണ് അല്ലെ, വിശ്വസനീയതയാണ് അല്ലെ. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ട്രസ്റ്റ്വർത്തി ആൻഡ് ബിലീവബിൾ ദ റിസർച്ച്, എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, സത്യസന്ധമായിട്ടാണ് നമ്മുടെ റിസർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ക്രെഡിബിലിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് ട്രസ്റ്റ്വർത്തി. ക്രെഡിബിലിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് എന്താണ്, ട്രസ്റ്റ്വർത്തി അല്ലെങ്കിൽ ബിലീവബിൾ എന്നൊക്കെ പറയാം. ഇത് രണ്ടുമാണ് ക്രെഡിബിലിറ്റിന്റെ കണക്റ്റിംഗ് വേർഡ് കേട്ടോ. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ റിസർച്ചർ ഹോണസ്റ്റി ആൻഡ് മെത്തേഡ് യൂസ്ഡ് ക്വാളിറ്റി ഓഫ് എവർ, എത്രത്തോളം സത്യസന്ധമായിട്ട് ഹോണസ്റ്റ് ആയിട്ടാണ് റിസർച്ചർ ഇത് ചെയ്തിട്ടുള്ളത്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡും ആണെങ്കിലും ക്വാളിറ്റി ഓഫ് അതിന്റെ തെളിവുകളും എവിഡൻസ് ഒക്കെ എത്രത്തോളം ഹോണസ്റ്റ് ആണ് എന്നുള്ളതാണ് ക്രെഡിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ബെസ്റ്റ് വെൽസ്പ്രിംഗ് ഓഫ് ഡാറ്റ ആൻഡ് ദ ബെസ്റ്റ് ടീച്ചിങ് എക്സ്പ്ലോറേഷൻ അല്ലെ. Okay, and credibility refers to the extent to which a research account is believable and appropriate concerning the level of agreement between participants and the researcher.
Hence, it has to be trade-off between primary data and secondary data. അപ്പം ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ട്രസ്റ്റ് വർത്തി ആണ്, ബിലീവബിൾ ആണ് അല്ലെ. റിസർച്ചർ അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആണെങ്കിലും അതിൽ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസ് ആണെങ്കിലും ഒക്കെ എത്രത്തോളം ഹോണസ്റ്റ് ആയിട്ടാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നോക്കണം. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ ടെക്നിക്കിലെ ബെസ്റ്റ് ടെക്നിക് ഇൻ ദ എക്സ്പ്ലോറേഷൻ, അതായത് എത്രത്തോളം നല്ല രീതിയിലാണ് അവിടെ നമ്മളുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ റിസർച്ചർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റിസർച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ അവസാനം വെച്ചിട്ട് മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഡാറ്റ ഉണ്ടാക്കിയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എത്രത്തോളം കറക്റ്റ് ആയിട്ടാണ് ഡാറ്റ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് ഡാറ്റ അനാലിസിസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് കീവേഡ്സ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ എഴുതാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അതായത് ഒബ്ജക്ടിവിറ്റി അല്ലെ, ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നോ ബയാസ് അല്ലെ, ബയാസ് ഇല്ലാതിരിക്കുക, നോ ബയാസ് ആണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം റിസൾട്ട് ഓൺ റിപ്പീറ്റേഷൻ, ഒരേ റിസൾട്ട് കിട്ടണം. റിപ്പീറ്റേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റഡി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന സമയത്ത് സെയിം റിസൾട്ട് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്താണ്, റിലയബിലിറ്റി എന്ന് പറയും. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മെത്തേഡ് ത്രൂ ഔട്ട് അല്ലെ, ഒരേ മെത്തേഡ് തന്നെ ത്രൂ ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൺസിസ്റ്റൻസി എന്ന് പറയും. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെഷർ ദ റൈറ്റ് തിങ് അല്ലെ, നമ്മള് കറക്റ്റ് ആയിട്ടുള്ള കാര്യം, റൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് വാലിഡിറ്റി പറയുന്നത്. അക്യുറസി പറയുമ്പോൾ എന്താ, കറക്റ്റ് റിസൾട്ട് അല്ലെ, അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് റിസൾട്ട് ആണോ നോക്കും. ട്രസ്റ്റ് വർത്തി ആണ് എന്ത്, ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് വർത്തിയാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ വെക്കണം. ഓക്കെ, ഓക്കെ ആണോ? ഇപ്പോ ഇതുവരെ റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് എന്താണ്, റിസർച്ചിന്റെ ടൈപ്പും കാര്യങ്ങളുമാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിസർച്ചിന്റെ ടൈപ്പും കാര്യങ്ങളും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടണം എന്ത്, ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഐഡിയ, ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് റിസർച്ചിന്റെ ഐഡിയ ടൈപ്പിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ മാത്രം അത് മനസ്സിലായാൽ മാത്രമേ നമ്മൾ അടുത്ത ഒരു പോർഷനിലേക്ക് പോയിട്ട് നമ്മൾ കാര്യമുള്ളൂ. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലും ചോദിക്കാം. ഇല്ല, ഓക്കെ. അപ്പൊ എന്താണ് റിസർച്ചിന്റെ ടൈപ്പ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഓരോ ഒന്നായിട്ടുള്ള ഉള്ളിലേക്കുള്ള ഓരോ ടൈപ്പിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പം റിസർച്ചിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് റിസർച്ചിന് എന്ത് ചെയ്യാം, നമുക്ക് നാലായിട്ട്, റിസർച്ചിന്റെ ബേസ് ചെയ്തിട്ട് നാലായിട്ട് നമുക്ക് ടൈപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ബേസ്ഡ് ഓൺ ദ അപ്ലിക്കേഷൻ അല്ലെ, അപ്ലിക്കേഷന്റെ ബേസിൽ നമുക്ക് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് അല്ലെ, റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാം. റിസർച്ചിന്റെ നാച്ചർ ഓഫ് ഡാറ്റ അല്ലെ, കളക്ട് ചെയ്യുന്ന ഡാറ്റന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടൈം അല്ലെ, റിസർച്ച് ചെയ്യുന്ന ടൈമിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്ക്, റിസർച്ചിന്റെ അപ്ലിക്കേഷന് അല്ലെങ്കിൽ റിസർച്ചിന്റെ പർപ്പസിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ആക്ഷൻ റിസർച്ച്, ഇവാലുവേഷൻ റിസർച്ച്, ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്. എന്തൊക്കെയാണ് റിസർച്ചിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട്? ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ഇവാലുവേഷൻ റിസർച്ച്, ആക്ഷൻ റിസർച്ച്. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിൽ ബേസിക് റിസർച്ചിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആക്ഷൻ റിസർച്ച് എന്തായാലും വരും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു 99% നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ഷൻ റിസർച്ച് എന്താണ്, അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളിപ്പോ നോക്കിയില്ലേ, മുന്നേ നോക്കി ആക്ഷൻ റിസർച്ചിന്റെ പ്രോസസിങ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത്, അത് നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആക്ഷൻ റിസർച്ചിൽ നിന്നും എന്തെങ്കിലും തരത്തിലൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആട്ടോ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്.
പിന്നെ വരുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ, റിസർച്ചിന്റെ ഒബ്ജക്റ്റീവിന്റെ ബേസിലാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്. ഇതില് ഫസ്റ്റത്തെ മൂന്നെണ്ണം എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലനേറ്ററി, ഇത് മൂന്നും എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ളതാണ് ഈ ഒരു റിസർച്ച് ടൈപ്പിൽ. ഓക്കെ. പിന്നെ നാച്ചർ ഓഫ് ഡാറ്റ അല്ലെ, ഡാറ്റ അതിന്റെ അനുസരിച്ചിട്ട് അല്ലെ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റനുസരിച്ചിട്ട് ക്വാളിറ്റീവ് റിസർച്ച് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണോ, മിക്സ്ഡ് മെത്തേഡ് ആണ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ചിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ബേസ്ഡ് ഓൺ ദ ടൈമിലെ, ടൈമിനെ ബേസ് ചെയ്തിട്ട് ക്രോസ് സെക്ഷനിൽ ലോഞ്ചിറ്റ്യൂഡനിൽ എന്ന് പറഞ്ഞിട്ട് 2ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ടൈപ്പ് റിസർച്ചിലേക്കാണ് കടക്കാനുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഓക്കെ, ഓരോ ടൈപ്പ് റിസർച്ചിലേക്ക് കിടക്കുന്ന സമയത്ത് അത് നമുക്ക് എല്ലാ റിസർച്ചും നമുക്ക് ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പറ്റൂല. എന്നാലും നമുക്കതിൽ ഒരു അല്ലെ എന്താണ് ബേസിക് റിസർച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക് റിസർച്ച് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ ബേസിക് റിസർച്ച്? ബേസിക് റിസർച്ചിന്റെ വേറെ പേരുകളാണ് ഫണ്ടമെന്റൽ റിസർച്ച്, പ്യുവർ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച്. ഓക്കെ, ഇന്ന് ഇതൊക്കെ നമ്മൾ പറയാൻ പോകുന്ന റിസർച്ചിന്റെ ടൈപ്പുകളാണ് കേട്ടോ. ഇപ്പൊ ഒരുപാട് ടൈപ്പ് നമ്മൾ പഠിച്ചു, അതിലുള്ള ഓരോ ടൈപ്പുകളാണ് ഇനി നമ്മൾ ഇങ്ങനെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ബേസിക് റിസർച്ച് ആണ്. ബേസിക് റിസർച്ചിന്റെ മറ്റു പേരുകളാണ് ഫണ്ടമെന്റൽ റിസർച്ച്, പ്യുവർ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് ബേസിക്, ഇതിന്റെ ഒരു ആ പേര് കേൾക്കുമ്പോ തന്നെ അല്ലെ, ആ റിസർച്ചിന്റെ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്താണ് ഫണ്ടമെന്റൽ, പ്യുവർ, ബേസിക് എന്നൊക്കെ പറയുമ്പോ എന്താണ് നമ്മൾ അല്ലെ ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ഇത് എയിം അറ്റ് ഡെവലപ്പിംഗ് എ സയന്റിഫിക് തിയറി ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രഡിക്ഷൻ ഓഫ് നാച്ചുറൽ ഓർ അതർ ഫിനോമിന അല്ലെ. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ചും പ്യൂർ റിസർച്ചും ഒക്കെ അല്ലെങ്കിൽ തിയററ്റിക്കൽ റിസർച്ചും നമുക്ക് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ്, ഒരു പുതിയ സയന്റിഫിക് തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ അല്ലെ ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക് റിസർച്ച് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബേസിക് റിസർച്ചിന്റെ നേരെ എഴുതി വെച്ചോ. ഇതിൽ സ്ലൈഡ് എല്ലാ റിസർച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഓരോ റിസർച്ചിന്റെയും കണക്റ്റിംഗ് വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയും, എന്നാൽ പോലും എഴുതി വെച്ചോ. ബേസിക് റിസർച്ചിന്റെ കണക്റ്റിംഗ് വേർഡ് ആണ് എന്ത്, സയന്റിഫിക് തിയറി അല്ലെ. അതായത് ഒരു സയന്റിഫിക് തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രഡിക്ഷൻ ഓഫ് നാച്ചുറൽ ഓർ അതർ ഫിനോമിന അല്ലെ, നമ്മളുടെ നാച്ചുറലി ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഫിനോമിനകളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ബേസിക് റിസർച്ച് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുള്ളത്. ഓക്കെ, ഇവിടെ ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ഇംപ്രൂവ്മെന്റ്, പെട്ടെന്നുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല, തിയററ്റിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് എന്തിനുള്ളത്, ബേസിക് റിസർച്ച് തിയററ്റിക്കൽ ആണ്, നോട്ട് പ്രാക്ടിക്കൽ ഇംപ്രൂവ്മെന്റ് അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് അല്ല. ജനറലൈസേഷൻ വിത്ത് ഫോർമുലേഷൻ ഓഫ് തിയറി ഓർ ടെസ്റ്റിംഗ് തിയറി അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറലൈസേഷൻ വിത്ത് ഫോർമുലേഷൻ ഓഫ് തിയറി അല്ലെ, ഓർ ടെസ്റ്റിംഗ് എ തിയറി. ഒരു തിയറി അത് ഫോർമുലേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതൊരു ജനറലൈസ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള രീതിയിലേക്ക് ഒരു തിയറിനെ എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു തിയറി ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനെപ്പറ്റി നോക്കുന്നതിനെയൊക്കെയാണ് ബേസിക് തിയറി റിസർച്ച് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, ഒരുപാട് കൺസേണിങ് പ്രിൻസിപ്പിൾസ്, ലോ, റൂൾസ്, കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടും പറയുന്നത്. ഓക്കെ, അറ്റൈൻമെന്റ്, ഇൻക്രീസിങ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് നോളജ് അല്ലെ. സെയിം ആണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മളുടെ നിലവിലുള്ള നമ്മളുടെ നോളജിനെ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള നോളജ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ബേസിക് ഇപ്പൊ നമ്മളോട്
ഒരു ശാസ്ത്രജ്ഞന് ഏതെങ്കിലും ഒരു ലോ കൊണ്ടുവരും. അപ്പൊ വേറെ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണമല്ലോ. അയാൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള തിയറി ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ആൾക്കാരും കൂടെ അതിൽ എന്ത് ചെയ്യും? പഠനം നടത്താറും അത് വെരിഫൈ ചെയ്യാറൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് എസെൻഷ്യലി പോസിറ്റീവ് നോട്ട് നോർമാറ്റീവ് അല്ലെ. ഇതെന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ളതാണ്, എന്തല്ല നോർമാറ്റീവ് ആയിട്ടുള്ള അല്ലെ. അതായത് ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ എന്താ? ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാകുന്ന തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സയന്റിഫിക് ആണ്, എവിഡൻസ് ഉണ്ടാകുന്നതാണ് തിയറിറ്റിക്കൽ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളുടെ ഒരു നോർമാറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ളത് അല്ലെ നോർമാറ്റീവ്. അങ്ങനെയുള്ളതല്ല, കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഇത് ബേസിക് തിയറി എന്ന് പറയുന്നത്. ഡസ് നോട്ട് എയിം അറ്റ് സോൾവിങ് ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. അതെന്താണ്? ഇവിടെ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല, തിയറി മാത്രമാണ് ഇതിൽ ഈ റിസർച്ചിലൂടെ നടക്കുന്നുള്ളൂ. ഫ്രോം ദ ഫൗണ്ടേഷൻ ഓഫ് അപ്ലൈഡ് റിസർച്ച് അല്ലെ. ഈ ഒരു ബേസിക് റിസർച്ച് ഉണ്ടെങ്കിൽ, ആ ഒരു തിയറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാനും അതിനെയാണല്ലേ നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയാം. അപ്പൊ അപ്ലൈഡ് റിസർച്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബേസ് ആയിട്ട് എന്ത് വേണം? അല്ലെ, അതിന് അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് എന്ത്? ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഡെവലപ്പ് ജനറലൈസേഷൻ ആൻഡ് തിയറി അല്ലെ. തിയറി ജനറലൈസേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ ബേസിക് റിസർച്ച് എന്നുള്ളത് മനസ്സിലായോ? ബേസിക് റിസർച്ച് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അപ്പം ബാക്കിയുള്ള ടൈപ്പ് ഓഫ് റിസർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ, ഇന്നെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതെല്ലാം നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെ, റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിലോ കാര്യങ്ങളിലോ ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. വൈൻഡപ്പ് ചെയ്തൂടെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് വിചാരിക്കുകയാണ്. ശരി കേട്ടോ. അസ്സലാമു അലൈക്കും.